പ്രിയമുള്ളവരെ, കേരള പ്രവാസി ക്ഷേമനിധിയിൽ അവരുടെ ഡയറക്ടർ ബോർഡ് യോഗം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ തീരുമാനത്തിൽ അവരെത്തിയിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ 2009 മുതൽ 2024 വരെ പ്രവാസി ക്ഷേമനിധിയിൽ നമ്മൾ അംശാദായം, അതായത് 300 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും കാരണവശാൽ ആ അടവ് മുടങ്ങുകയും അതനുസരിച്ച് അംഗത്വം നഷ്ടമാവുകയും ചെയ്തവർക്ക് ഈ സർക്കാർ അവരെ വീണ്ടും ഈ ക്ഷേമനിധിയിലേക്ക് അംഗത്വം പുതുക്കുന്നതിനായി അവരുടെ കുടിശ്ശിക അടച്ചു തീർക്കുകയും ആകെ കുടിശ്ശിക എത്രയാണോ അതിൻ്റെ 15% പിഴയായി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ അംഗത്വം പുതുക്കാനുള്ളൊരു അവസരം സർക്കാർ നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2009 മുതൽ 2024 60 വയസ്സ് തികയാത്ത ആളുകൾക്കാണ് ഈ അവസരമുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇതേവരെ അടച്ചതിൽ കുടിശ്ശികയായി വന്നത് എത്ര, അതടക്കാനുള്ള മാർഗം എല്ലാം കണ്ടുവെച്ചുകൊണ്ട് ആ അംഗത്വം പുതുക്കി മുന്നോട്ട് പോവേണ്ടതാണ്. 60 വയസ്സിന് കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളവരൊക്കെ വേഗം ശ്രദ്ധിച്ച് ഈ കിട്ടിയ അവസരം നഷ്ടപ്പെട്ട അംഗത്വം പുതുക്കിക്കൊണ്ട് ആ പെൻഷൻ വാങ്ങാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുക തന്നെ വേണം. ഗൾഫിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബവും കൂട്ടവും എല്ലാം വിട്ട് എറിഞ്ഞ് വന്ന് ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ നമുക്ക് സർക്കാർ തരുന്ന ഈ ആനുകൂല്യം എങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് അംഗത്വം നഷ്ടപ്പെട്ടവർ ഈ അംഗത്വം പുതുക്കുക.